ഹലോ. എന്നേ ആരേനാണാവോ കണി കണ്ടത് കേട്ടോ. അന്ന് രാവിലെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയപ്പോൾ ദേ നമ്മുടെ ബൈക്ക് പഞ്ചറായിട്ടുണ്ട്. ഇനി എങ്ങനെ കടയിൽ പോവും, നമ്മൾ എന്ത് ചെയ്യും വല്ലയ്യോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ നേരെ ബൈക്ക് പഞ്ചർ ഒട്ടിക്കണ ആളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ മുകളിൽ ആണി കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട് ബൈക്കിൻ്റെ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളതൊക്കെ അഴിച്ച് പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് വേണം ഇനി നമുക്ക് കട തുറക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ തന്നെ വൈകി. ആ സമയത്ത് ഇറങ്ങിയ സമയത്താണ് കണ്ടത്. 10 മണിയായിട്ടോ കട തുറക്കാൻ. ഉണ്ണി വരുന്ന വഴിക്ക് ഉറങ്ങുകയും ചെയ്തു. പിന്നെ കുറച്ച് ഐറ്റംസ് കളർ എടുക്കാനുണ്ടായിരുന്നു, അതായിട്ട് വൈകിട്ടും പോയിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നു. ഫസ്റ്റ് തന്നെ കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റാണ്, കുഴപ്പമില്ല, ഒരു ഹോട്ടലിൽ നിന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതേ നെല്ലിക്കച്ചാറാണ് ബിരിയാണിയുടെ കൂടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേണ്ട പൊതി ബിരിയാണിയാണ് കേട്ടോ, പൊതിഞ്ഞിട്ടുള്ള ബിരിയാണിയാണ്, കണ്ടെയ്നറല്ല. അപ്പോൾ അതേ പൊതിയൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുട്ടയുണ്ട് ഗൈസ്, കോഴിമുട്ടയുണ്ട്. അപ്പോൾ ഒരു കോഴിമുട്ടയുണ്ട്, ഒരു പീസുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ 60 രൂപയ്ക്ക് നമുക്ക് വർത്തായിട്ടുള്ള ബിരിയാണി നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ തന്നെ കിട്ടും. 60 രൂപ ഉണ്ട്, 50 രൂപയുടെ ഉണ്ട്, 80 രൂപയുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോഴിമുട്ടയുണ്ട്, ഒരു ചിക്കൻ പീസും, പിന്നെ അത്യാവശ്യം റൈസും, പിന്നെ കച്ചമ്പറും അച്ചാറൊക്കെ ഇട്ട് നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. അതായത് നമുക്ക് വയറ് നിറയും, നല്ല വിശക്കുമ്പോൾ നമ്മുടെ വയറ് നിറയാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു നേരെ കടയ്ക്ക്. അമ്മ വരുമ്പോൾ അവിടുന്ന് പേരയ്ക്ക് പിന്നെ നാടൻ നെല്ലിക്ക ഉണ്ടല്ലോ, നാടൻ നെല്ലിക്കയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെല്ലിക്കല്ല, കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക കേട്ടോ, അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. പേരയ്ക്ക ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് നല്ല പഴുത്തല്ല, ഒരു ഏകദേശം പഴുത്ത്. അപ്പോൾ വെള്ള പേരയ്ക്കയാണ് കേട്ടോ അവിടെ ഉള്ളത്. നല്ല പഴുത്തിട്ടുണ്ട്, പിന്നെ പഴുക്കാത്തതും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നാടൻ നെല്ലിക്ക, നാടൻ നെല്ലിക്കയുടെ ആളാണ് കേട്ടോ ഇരിക്കണത്. പിന്നെ അവർ എന്താ പറയുക, ഉണ്ണീനെയും കൊണ്ട് പോയി കേട്ടോ. അമ്മയും മിന്നും കൂടിയിട്ട് ഉണ്ണീനെയും കൊണ്ട് പോയി ബസ്സിൽ. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ബൈക്കിൽ പോകാമെന്ന് വെച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി പോയ ശേഷം അടുത്ത കഴിക്കലുകളാണ്. ആദ്യം തന്നെ വേഫർ റോളാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇന്നലെ കേക്ക് മുറിച്ചതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മിച്ചർ ഉണ്ടായിരുന്നു. മിച്ചർ കണ്ടില്ലേ, പിശിക്കിട്ട് തരില്ല. മിച്ചർ എനിക്കും പൊതുവെ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഇത് ജിലേബി ഉണ്ട്. ജിലേബി പറഞ്ഞാൽ നല്ല ജിലേബി ആയിരുന്നു കേട്ടോ. ഇത് ഇന്നലെ അനിയനും വൈഫും വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ജിലേബി ലഡു ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് കടയ്ക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിലേബി എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട്, നല്ല ഉള്ളിൽ പഞ്ചസാര പാനിയായിട്ടുള്ള നല്ല ജിലേബി ആയിരുന്നു. ലഡു കാര്യമില്ല. പിന്നെ അതൊക്കെ കഴിച്ചപ്പോൾ മധുരം തലക്കടിച്ചപ്പോൾ ഞാനൊരു കുക്കുംബർ എടുത്ത്. ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാട്ടോ, ഉണ്ണിക്ക് വിശക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കുക്കുംബർ കഴിച്ചു, നമ്മൾ മധുരം ഒന്ന് തലക്കടിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താ കഴിച്ചത്, പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ബീഫും പൊറോട്ടയും കഴിച്ചു കേട്ടോ. പിന്നെ ഒരു തണ്ണിമത്തൻ്റെ കഷ്ണവും കഴിച്ചിട്ടുണ്ട്. പിന്നെ ആരെയും കണി കണ്ടേന്ന് അറിയില്ല, പക്ഷെ നല്ല തീറ്റ ഭാഗ്യമുള്ള ദിവസമായിരുന്നു കേട്ടോ.